ഞാൻ അനീഷിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് കൂടെ പോകാനുള്ളത്. കഴിഞ്ഞ ദിവസം ആന ചവിട്ടിക്കൊന്ന അജീഷിന്റെ ഭാര്യ ന്യൂസ് 8നോട് പ്രതികരിച്ചു. നഷ്ടപരിഹാരമല്ല, ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടികളാണ് വേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ ഭാര്യ ഷീബ ന്യൂസ് 8നോട് പറയുകയുണ്ടായി. അജീഷ് മരിച്ച ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആനയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ഷീബ ചോദിക്കുന്നു. ഒപ്പം തന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ ആർക്കും വരരുതെന്നും ഷീബ ന്യൂസ് 8നോട് പറഞ്ഞു. ഷീബയും കുടുംബവും പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴായിരുന്നു കടുവ ഇറങ്ങിയ വിവരം അറിയുകയും ചെയ്തത്. ഷീബയുടെ വാക്ക്: നമ്മുടെ സങ്കടം നമുക്കല്ലേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ലല്ലോ. ഇതേപോലെ ഞാനിരുന്ന് കരയാ, ഞാനും എന്റെ മക്കളും ഇരുന്ന് കരയുന്നല്ലേ, ആരും കരയാൻ ഇടവരില്ല. അതിനൊരു വരുത്തുക, അതെ. എന്നിട്ടും ഒരു ഇതുമില്ല. ഇപ്പൊ അതേ കടുവ വന്നു. ഞങ്ങൾ അതിന്റെ തൊട്ടിപ്പറേ, പള്ളീന്റെ ഇപ്പറയാണല്ലോ, ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു. അന്നേരമാണ്. എന്നിട്ട് ഞങ്ങൾ താഴത്തൊരു വീട്ടിലോട്ട് ഓടിപ്പോവായിരുന്നു. ഞങ്ങള് പള്ളിയിൽ പോവല്ലായിരുന്നു അന്നേരല്ലേ. അന്നേരം ഞങ്ങള് താഴത്തോട്ട് പോയി. നമ്മക്കറിയില്ലല്ലോ ഇനി എന്താ വന്നെ, ആനയാണോ ഒന്നും അറിയില്ലായിരുന്നു. ഒന്നും പറ്റൂല. ഇതേ ഭയങ്കര ഒരു ഇതായില്ലേ. ഇപ്പൊ തന്നെ ഇത് തന്നെ ന്യൂസ് തന്നെ കണ്ടില്ലേ. പിന്നെ ഇങ്ങനെ ഒരു വിധി ഒരു ആൾക്കും വരില്ലേ. ഇവിടെയല്ല, വയനാട്ടിലല്ല, ലോകത്തൊരു മനുഷ്യനും ഒരു ജീവനും പോകാതെ ഇങ്ങനെ കാട്ടുമൃഗങ്ങളെ എന്തിനാ ഇങ്ങനെ കാട്ടുമൃഗങ്ങൾ മനുഷ്യന് മക്കളെ സ്കൂളിൽ പോകണം. എത്ര ദിവസമായി മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട്. ഒന്ന് പള്ളി ഇത് നോക്കാം, നമ്മുടെ പള്ളി ഇത്ര അടുത്തല്ല, നമുക്ക് അവിടം വരെ ഒന്ന് കയറി പോകാൻ. ആ ചേച്ചീന്റെ വീട് നോക്കിയ രണ്ടാമത്തെ വീട് പള്ളീന്റെ മുന്നിലുള്ള വീടല്ല, അത്ര അടുത്തല്ലേ. ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ നഷ്ടപരിഹാരം കിട്ടിയില്ലേലും നമുക്കില്ല, നമ്മുടെ ആള് നമുക്ക് ഇനി എന്തെന്ന് പറഞ്ഞാലും ഇവിടെ തിരിച്ചെത്തുവോ? വരൂലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരാളും ഒരു കാരണവശത്താലും, ഇതുകൊണ്ടല്ല വേറെ കാരണത്താലാണ് ഇങ്ങനെ ഒരു ഗതി വന്ന ഒരു പെണ്ണുങ്ങളും പിള്ളേരും ഇരുന്ന് കരയാനുള്ള ഇടവരല്ലേ. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായിട്ട്. അനീഷ്,